നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് പെണ്ണായാൽ കുറച്ച് വിനയമൊക്കെ വേണമെന്ന്. എന്നാൽ പലപ്പോഴും ഈ വിനയം എന്ന വാക്കിനെ നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരോടും ശരിയെന്ന് പറയുന്നതും സ്വന്തം ഇഷ്ടങ്ങൾ ബലി കഴിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതുമാണ് നല്ല പെൺകുട്ടിയുടെ ലക്ഷണമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. അമിതമായി നല്ലവളാകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ മാനസികമായി തളർത്തുകയും മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ അവസരം നൽകുകയും ചെയ്യുന്നു. പാവം പെൺകുട്ടി എന്ന ലേബലിൽ നിന്ന് മാറി സ്വന്തം വ്യക്തിത്വമുള്ള നിലപാടുകളുള്ള ഒരു സ്ത്രീയായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 10 ശക്തമായ ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണുക. കാരണം ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകും. ഒന്നാമത്തെ ശീലമാണ് നോ എന്ന് പറയാൻ ശീലിക്കുക. നമ്മളിൽ പലരും നോ എന്ന് പറയാൻ ഭയപ്പെടുന്നത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയുമോ എന്ന് പേടിച്ചാണ്. എന്നാൽ എല്ലാത്തിനും സമ്മതം മൂളുന്നവർക്ക് ആരും വില കൽപ്പിക്കില്ല എന്നതാണ് സത്യം. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ നോ എന്ന് പറയുന്നത് പലപ്പോഴും അഹങ്കാരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പലരും മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും സമ്മതിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സമയം മറ്റൊരാൾക്ക് നൽകുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അവർക്ക് നൽകുക എന്നതാണ് അർത്ഥം. നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പ്രധാന ജോലി ഉള്ളപ്പോൾ ഒരാൾ സഹായം ചോദിച്ചാൽ ആ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിതിന് കഴിയില്ല എന്ന് പറയാൻ പഠിക്കണം. ഇത് അവരോടുള്ള ദേഷ്യമല്ല, മറിച്ച് നിങ്ങളുടെ പരിഗണനകൾക്ക് നിങ്ങൾ നൽകുന്ന വിലയാണ്. നിങ്ങളുടെ സമയവും ഊർജവും വിലപ്പെട്ടതാണ്. മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സമാധാനം കളയേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ ധൈര്യമായി നോ പറയുക. തുടക്കത്തിൽ ഇത് പ്രയാസമായി തോന്നും, എന്നാൽ ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ ശീലമാണ് അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു നിലപാടെടുത്താൽ അതിന് ലോകം മുഴുവൻ ബോധ്യപ്പെടുന്ന കാരണങ്ങൾ നിരത്തേണ്ടതില്ല. എനിക്ക് വരാൻ പറ്റില്ല, കാരണം എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരും, എനിക്ക് തലവേദനയാണ് എന്നിങ്ങനെ നീണ്ട കാരണങ്ങൾ നിരത്തുന്നത് നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണെന്ന് തോന്നലുണ്ടാക്കും. ഇത്രയധികം വിശദീകരണം നൽകുന്നത് നമ്മുടെ ഉള്ളിലെ പേടി കൊണ്ടാണ്. ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീ ക്ഷമിക്കണം, എനിക്ക് വരാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. നിങ്ങളുടെ തീരുമാനങ്ങൾ ന്യായീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അമിതമായി വിശദീകരണം നൽകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ ദുർബലയാകുകയാണ് ചെയ്യുന്നത്. ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. മൂന്നാമത്തെ ശീലമാണ് വ്യക്തിപരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. ഒരു വീടിന് ചുറ്റും വേലി കെട്ടുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിലെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളോട് എങ്ങനെ പെരുമാറാം, എന്ത് സംസാരിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കുടുംബാംഗങ്ങളായാലും സുഹൃത്തുക്കളായാലും വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ അനുവദിക്കരുത്. എൻ്റെ ഈ കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാന്യമായി പറയുക. അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ഒരു വ്യക്തിയായി ബഹുമാനിക്കൂ. അല്ലാത്ത പക്ഷം എല്ലാവർക്കും എപ്പോഴും വന്നു പോകാവുന്ന ഒരിടമായി നിങ്ങളുടെ ജീവിതം മാറും. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല, ഇത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നാലാമത്തെ ശീലമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത്. തന്റേടം എന്നത് വാക്കുകളിൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകണം. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ തന്റേടം അവളുടെ സാമ്പത്തിക ഭദ്രതയാണ്. സ്വന്തമായൊരു വരുമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനമെടുക്കാൻ സാധിക്കും. ചെറിയ ജോലിയാണെങ്കിൽ പോലും സാമ്പത്തികമായി സ്വയം നിൽക്കാൻ ശ്രമിക്കുക. അത് സാധ്യമല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, നിക്ഷേപങ്ങൾ നടത്തുക. പണം കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഒരു സ്ത്രീക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. പണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരാത്ത അവസ്ഥ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. അഞ്ചാമത്തെ ശീലമാണ് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്നത്.
മറ്റുള്ളവരെ പരിചരിക്കുന്നതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും പല സ്ത്രീകളും മറന്നു പോകാറുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. ഞാൻ പ്രധാനപ്പെട്ടവളാണെന്ന് എന്ന ബോധം ആദ്യം നിങ്ങളിലുണ്ടാവണം. എനിക്കെന്നെ ഇഷ്ടമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ തകർത്താൻ ആർക്കും സാധിക്കില്ല. 6ാമത്തെ ശീലമാണ് കുറ്റബോധം ഉപേക്ഷിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാതിരുന്നാൽ ഉടനെ കുറ്റബോധം തോന്നുന്നത് പല സ്ത്രീകളുടെയും പ്രശ്നമാണ്. നിങ്ങൾ ശരിയായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിഷമത്തിലായേക്കാം. അതിൻ്റെ പേരിൽ കുറ്റബോധം തോന്നി നിങ്ങളുടെ തീരുമാനം മാറ്റരുത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരോടും മാപ്പ് ചോദിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളൊരു സൂപ്പർ ഹ്യൂമൺ അല്ല എന്നത് മനസ്സിലാക്കുക. എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ചെയ്യണമെന്നും എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നും നിർബന്ധം പിടിക്കരുത്. അനാവശ്യമായ കുറ്റബോധം നിങ്ങളുടെ മാനസികാരോഗ്യം തകർക്കും. 7ാമത്തെ രീതിയാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയുക. കൂട്ടമായി ഇരിക്കുമ്പോഴോ ചർച്ചകൾ നടക്കുമ്പോഴോ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടിക്കരുത്. നിങ്ങളുടെ നിശബ്ദത മറ്റുള്ളവർക്ക് അതൊരു സമ്മതമായി തോന്നാം. നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുക എന്നത് പ്രധാനമാണ്. ഒരു ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത്. എനിക്കിതിനോട് യോജിക്കാൻ കഴിയില്ല എന്നു പറയുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ ശബ്ദം താഴ്ത്തി സംസാരിക്കാതെ വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് പോലും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സഹായിക്കും. മിണ്ടാതിരിക്കുന്നതാണ് നല്ല സ്ത്രീയുടെ ലക്ഷണമെന്ന പഴയ ചിന്താഗതി മാറ്റുക. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ മറ്റുള്ളവർ കവർന്നെടുക്കും. 8ാമത്തെ ശീലമാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നത്. അറിവ് നിങ്ങളെ കൂടുതൽ ബോധവതിയാക്കും, നിങ്ങളെ ഭയമില്ലാത്തവരാക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ, ലോകം മാറുന്ന രീതികൾ, പുതിയ ഭാഷകൾ എന്നിവ പഠിക്കാൻ സമയം കണ്ടെത്തുക. അറിവുള്ള ഒരു സ്ത്രീക്ക് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യമുണ്ടാകും. മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അറിവുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആർക്കും ഒരു ബഹുമാനം തോന്നും. അത് നിങ്ങളുടെ തൻ്റെ ഇടത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 9ാമത്തെ ശീലമാണ് നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന, എപ്പോഴും കുറ്റം പറയുന്ന ആളുകളെ തിരിച്ചറിയുക. നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നവർ നിങ്ങളുടെ ശത്രുക്കളാണ്. നിനക്കിത് കഴിയില്ല, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എപ്പോഴും പറയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നശിപ്പിക്കുന്നവരെ തിരിച്ചറിയുക, അവരുമായുള്ള ബന്ധം കുറയ്ക്കുക. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക. നിങ്ങളെ വളരാൻ സഹായിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുക. നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുന്നവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് സ്വയം സംരക്ഷണമാണ്. 10ാമത്തെ രീതിയാണ് ശാരീരിക ഭാഷ. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരീരം മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കിനേക്കാൾ ശക്തി നിങ്ങളുടെ നോട്ടത്തിനും ഇരിപ്പിനുമുണ്ട്. എപ്പോഴും തല താഴ്ത്തി നടക്കാതെ നിവർന്നു നിന്ന് ആത്മവിശ്വാസത്തോടെ നടക്കുക. സംസാരിക്കുമ്പോൾ പതറാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. ആത്മവിശ്വാസമുള്ള ശാരീരിക ഭാഷയുണ്ടെങ്കിൽ തന്നെ പകുതി പേരും നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. അത് മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം ഇവൾ തന്റേടമുള്ളവളെന്നാണ്. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഈ പറഞ്ഞ 10 ശീലങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗമായെന്ന് വരില്ല. വർഷങ്ങളായി നിങ്ങൾ ശീലിച്ചു പോന്ന പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ സമയമെടുക്കും. ചിലപ്പോൾ നിങ്ങൾ നോ പറയുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അവർ നിങ്ങളെ അഹങ്കാരികളെന്ന് വിളിച്ചേക്കാം. പക്ഷെ ഓർക്കുക, നിങ്ങളെ ബഹുമാനിക്കാത്തവരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ അന്തസ്സും സമാധാനവും.
സ്വയം സ്നേഹിക്കാനും സ്വയം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തുടങ്ങുന്ന ദിവസം നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. ഈ 10 ശീലങ്ങളിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ മറ്റൊരു പെൺകുട്ടിക്കെങ്കിലും കരുത്ത് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാം, കൂടുതൽ കരുത്തരാകാം.